മഴതോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താൻ ഇനി അധികകാലം ജീവിച്ചിരിക്കില്ലെന്ന് മനസ്സിലാക്കിയ ബ്രിജിത്താമ്മ അലീനയെയും രേവതിക്കുട്ടിയെയും അടുത്ത് വിളിച്ചിരുത്തി. സ്നേഹനികേതനിലെ അന്തേവാസികളെയെല്ലാം സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റണമെന്ന് പറയുന്നുണ്ട്. എന്തിനെ, എങ്ങോട്ട് മാറ്റാൻ എന്ന് രേവതിക്കുട്ടി സങ്കടത്തോടെ ചോദിക്കുമ്പോൾ, പല ഓർഫനേജുകളിലേക്കായി അവരെ മാറ്റണം. എല്ലാവരെയും ഒരിടത്തേക്ക് മാറ്റാൻ പറ്റില്ല, അതവർക്ക് അമിത ഭാരമാവും. ഞാൻ ചില വൃദ്ധസദനങ്ങളുമായി സംസാരിച്ചു, 4-5 പേരെയൊക്കെ ഏറ്റെടുക്കാൻ അവർ തയ്യാറാ എന്ന് മമ്മി പറയണ കേട്ട് അതിൻ്റെ ആവശ്യം എന്താണെന്ന് അലീനയും സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളെ ഓരോരുത്തരെയും ഓരോ സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കണം എന്ന് മമ്മി പറയുമ്പോൾ, മമ്മി ഇങ്ങനൊന്നും പറയല്ലേ, ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് അലീന വീണ്ടും കരഞ്ഞുകൊണ്ട് പറയാൻ എനിക്കും വിഷമമുണ്ട്, പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇനി എത്ര നാൾ ഉണ്ടാവുമെന്ന് ഒരു നിശ്ചയവുമില്ല. നമുക്കെല്ലാം പിരിഞ്ഞു പോവാൻ സമയമായി എന്നവർ വിഷമത്തോടെ പറയുമ്പോൾ, മമ്മിക്ക് ഒരു കുഴപ്പവും വരില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അലീനയും പറയുന്നുണ്ട്. ആരെ ഇവിടുന്ന് പറഞ്ഞേക്കേണ്ട മമ്മി, ഞങ്ങൾ നടത്തിക്കോളാം സ്നേഹനികേതനം എന്ന് കരഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയും പറയാ. നിങ്ങൾ അനാഥര് നടത്തേണ്ടതല്ല ഇത്, നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. എനിക്ക് രോഗമൊന്നും വന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ വേറെ വേറെ ജീവിതത്തിലേക്ക് പറിച്ചു നടുമായിരുന്നു. ഇത് പക്ഷേ ഇത്തിരി നേരത്തെ ആയിപ്പോയി. സാരമില്ല, ദൈവത്തിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ ഇത് നടക്കട്ടെ എന്നവർ വീണ്ടും സങ്കടത്തോടെ പറയുമ്പോൾ, അലീനയും രേവതിക്കുട്ടിയും കണ്ണീരോടെ കർത്താവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുക. മമ്മയും അപ്പോൾ അവരുടെ അടുത്തേക്ക് വന്ന്, നിങ്ങൾക്ക് നല്ല സങ്കടമുണ്ടെന്ന് എനിക്കറിയാം, അങ്ങനെയാ ഞാൻ നിങ്ങളെ വളർത്തിയത്, എൻ്റെ സ്വന്തം മക്കളെ പോലെ എന്നും പറഞ്ഞുകൊണ്ട് അവരെ തൻ്റെ കയ്യിൽ കിട്ടിയതൊക്കെ ഓർത്തെടുക്കുന്നുണ്ട് ബ്രിജിത്താമ്മ. അലീനയുടെ തോളിൽ പിടിച്ച് തൻ്റെ നേരെ തിരിച്ചു നിർത്തി, നിന്നെ എൻ്റെ കൈ കിട്ടുമ്പോൾ ഇത് ഇത്രയുണ്ടായിരുന്നുള്ളൂ എന്ന് തൻ്റെ കൈവെള്ളം നോക്കി മമ്മി ഓർത്തെടുക്കുക. കൈക്കുഞ്ഞായിരുന്നെങ്കിലും കരച്ചിലൊന്നുമില്ലായിരുന്നു. എൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കിക്കൊണ്ട് കിടക്കും. ഇവിടെ വരെ എത്തിച്ചില്ലേ നിന്നെ, അത് തന്നെ വലിയ സന്തോഷം എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയുടെ നേരെ തിരിഞ്ഞ്, നിന്നെയും കുഞ്ഞിലെ കിട്ടിയതാ, ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. കുഞ്ഞിലെ അവളെ കാണാൻ ആണ്ടിലൊരിക്കൽ ഒരു അമ്മ വരുമായിരുന്നെന്നും കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നെന്നും ഒരു 4 തവണ വന്നെന്നും പിന്നീട് കണ്ടിട്ടില്ലെന്നും മമ്മി അവളോട് പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ 2 പേരെയും അമ്മയില്ലാത്ത വിഷമം ഞാൻ അറിയിച്ചിട്ടില്ല, സാരയില്ല, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവരോടായി നാളെ തനിക്ക് ഒരു യാത്രയുണ്ടെന്നും കുറച്ച് ദൂരേക്കാണെന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ 2 പേരും കൂടി നോക്കി നടത്തണമെന്നും അവരെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. വയ്യാതിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് പോവേണ്ടെന്നും താൻ കൂടി വരാമെന്നും അലീന പറയുന്നുണ്ടെങ്കിലും, അതൊന്നും വേണ്ട, നിനക്ക് വരാൻ പറ്റുന്ന സ്ഥലത്തേക്കല്ല ഞാൻ പോകുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് തന്നെ പോയി തിരിച്ചു വരാൻ പറ്റും, അത് രാവിലെ തന്നെ പോണം, അത് പറയാൻ കൂടിയാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് എന്നും പറഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച്, രണ്ടാളും വിഷമിക്കണ്ട, നിങ്ങളെ അനാഥരാക്കിയിട്ട് ഞാൻ പോവില്ല, എത്തിക്കും എത്തേണ്ട സ്ഥാനത്ത് എന്നവർ ഉറച്ചു പറയുമ്പോൾ 2 പേരും കൂടി മമ്മിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുക. പിന്നീട് കാണിക്കുന്നത് ട്രെയിനിൽ കയറി ബ്രിജിത്താമ്മ ദൂരെ ഏതോ സ്ഥലത്തേക്ക് പോകുന്നതാണ്. പിന്നീട് കൈതക്കൽ മാളിക വീട് എന്ന നെയിം ബോർഡ് വെച്ച ആ വലിയ വീട്ടിലേക്ക് ഒരു ഓട്ടോയിൽ ബ്രിജിത്താമ്മ വരുന്നതാണ് കാണിക്കുന്നത്. ഇതുതന്നെയാണോ വീട് എന്ന് സംശയത്തോടെ അവർ ഓട്ടോ ഡ്രൈവറോട് ചോദിക്കുമ്പോൾ, കൈതക്കൽ കുഞ്ഞിരാമേട്ടൻ്റെ വീടല്ലേ, അതിതു തന്നെയാ എന്നയാൾ പറയുമ്പോൾ, ബ്രിജിത്തമ്മ ഓട്ടോയിൽ നിന്നിറങ്ങി, വെയിറ്റ് ചെയ്യണേ, ഞാൻ അതിൻ്റെ പൈസ തന്നോളാന്നും പറഞ്ഞ് ആ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഓട്ടോയുടെ ശബ്ദം കേട്ട് ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ ബ്രിജിത്തമ്മയെ കണ്ട്, ആരാ, വല്ല പിരിവിനും വന്നതാണോന്ന് ചോദിക്കുക. അല്ല, ഞാൻ കഴക്കൂട്ടത്തിൽ നിന്ന് വന്നതാ എന്നവർ പറയണ കേട്ട്, ആരെ കാണാനെന്ന് അവർ ചോദിക്കുന്നുണ്ട്. കുഞ്ഞിരാമൻ മേനോനെ കാണാനായിരുന്നു, അച്ഛന് നല്ല സുഖമില്ലാതിരിക്കുകയാണെന്ന് അവൾ പറയണ കേട്ട്, മേനോൻ അങ്ങുന്നിൻ്റെ മകളാണോ എന്ന് ബ്രിജിത്താമ്മ ചോദിക്കുന്നുണ്ട്. അല്ല, മകൻ്റെ ഭാര്യയാ, എന്താ, വന്ന കാര്യം പറ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ, അദ്ദേഹത്തിനെ ഒന്ന് കാണണം എന്ന് ബ്രിജിത്താമ്മ വീണ്ടും പറയാ. സുഖമില്ലാന്ന് പറഞ്ഞില്ലേ, വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിക്കേണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത് എന്നവൾ ഒച്ച വെക്കണ കേട്ട്, എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ, അതിനായിട്ട് മാത്രം ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതാ എന്നവർ ഉറച്ചു പറയുമ്പോൾ, അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തു ചെയ്തേനെ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുക. ആളുണ്ടല്ലോ എന്ന് ബ്രിജിത്താമ്മ വീണ്ടും പറയുമ്പോൾ, കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞോളാം എന്നവൾ പറയുമ്പോഴേക്കും അവരുടെ മകൻ വന്ന്, എന്താമ്മേ, എന്താ പ്രശ്നമെന്ന് ചോദിക്കുക. അച്ഛനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തുനിന്ന് വന്നതാന്നാ പറയുന്നത്, കാര്യം എന്താന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല എന്നവൾ പറയുമ്പോൾ,
അദ്ദേഹത്തോട് മാത്രം പറയേണ്ട കാര്യമായതുകൊണ്ടാ, കാണാതെ പോവാനും പറ്റില്ല എന്നവർ നിസ്സഹായതയോടെ പറയണ കേട്ട്, അത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ അമ്മേ, പ്രായമുള്ള സ്ത്രീയല്ലേ, കണ്ടിട്ട് പോട്ടെ എന്നവൻ അമ്മയോട് പറയുമ്പോൾ അച്ഛനോട് ചോദിച്ചിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അവനെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അവൻ അതൊന്നും വകവെക്കാതെ എൻ്റെ മുത്തശ്ശനാണ് കുഞ്ഞിരാമൻ, അദ്ദേഹത്തെ എങ്ങനെയാ പരിചയമെന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഓർഫനേജ് നടത്തി വരുന്നുണ്ട്, എന്നെ സഹായിച്ചിട്ടുള്ള ആളാ അദ്ദേഹം എന്നവർ പറയുമ്പോൾ അവനവരെ അകത്തേക്ക് കൊണ്ടുപോവുക. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടി അവർ കിതയ്ക്കണ കണ്ട് മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ ആരോഗ്യം ഇപ്പം അത്ര മെച്ചമല്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും പിടിച്ച് കയറാൻ നോക്കുമ്പോഴേക്കും താൻ ഒരു കൈ സഹായിക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. വേണ്ട മോനെ, അങ്ങനെ പറയാനുള്ള മനസ്സെങ്കിലും ഉണ്ടല്ലോ, താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് അവർ പടി കയറി തുടങ്ങുക. അതിനിടയ്ക്ക് അവൻ ഓർഫനേജിനെ പറ്റി അവരോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയുള്ള ഓർഫനേജാ? അവിടെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ടോ? കൂടുതലും വയസ്സായി ഉപേക്ഷിക്കപ്പെട്ടവരാ, പ്രായമുള്ളവരും രോഗികളും പ്രായാധിക്യം കൊണ്ട് തീരെ വയ്യാതായവരും, പിന്നെ കുഞ്ഞുങ്ങളും പെൺകുട്ടികളും ഒക്കെയുണ്ട്. അപ്പോൾ അവരുടെ മരുന്നും ഭക്ഷണവുമൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി എന്തെങ്കിലും കിട്ടുന്നുണ്ടോയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല, മനസ്സിൽ നന്മയുള്ള നല്ലവരായ ആളുകളുണ്ട് എല്ലായിടത്തും, അവരുടെ സഹായം കൊണ്ടാ കഴിഞ്ഞു പോകുന്നത് എന്നവർ വീണ്ടും പറയുമ്പോൾ, ചേച്ചി ഇത് സ്വന്തമായി നടത്താണോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് അവൻ ചോദിക്കണ കേട്ട്, മോനെ ഇതൊരു ബിസിനസ് അല്ല, ഞാനും ഒരു അനാഥയാ, ഓർഫനേജിൽ കഞ്ഞി വിളമ്പുമ്പോൾ ഒരു പാത്രത്തിൽ എനിക്കും കിട്ടും എന്നവർ പറയണ കേട്ട്, ബിസിനസ്സാണെന്നല്ല താനും ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവരോട് സോറി പറയുന്നുണ്ട്. കുഞ്ഞിരാമൻ മേനോൻ അപ്പോൾ തൻ്റെ കട്ടിലിരുന്ന് റൂമിലുള്ള ടിവിയിൽ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. റൂമിൻ്റെ ഡോർ തുറന്ന് അവൻ അകത്ത് കയറിയത് കണ്ട് നീയാണോന്ന് ചോദിച്ച് അദ്ദേഹം TV ഓഫ് ചെയ്യുന്നുണ്ട്. അവൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് കട്ടിലിരുന്ന് കുഞ്ഞിരാമൻ മേനോൻ ബിസിയാണോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന ഞാനാ ബിസി, ടിവിയും കണ്ടോണ്ട് വെറുതെ ഇരിക്കുക, അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മുത്തശ്ശന് തിരുവനന്തപുരത്ത് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നവൻ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു പരിചയക്കാരനെ പറ്റി പറയുന്നുണ്ട്. അതല്ലാതെ വേറെ ആരുമില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ, എന്നാൽ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നിന്ന് ഒരാൾ മുത്തശ്ശനെ കാണാൻ വന്നിട്ടുണ്ട്. കഴക്കൂട്ട് നിന്നോ? അതാരാന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ, ഡോറിനടുത്ത് നിപ്പുണ്ട്, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് പോയി അവൻ അവരെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. റൂമിലേക്ക് കടന്നു വന്ന ബ്രിജിത്തമ്മയെ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന കുഞ്ഞിരാമൻ മേനോൻ വാക്കിംഗ് സ്റ്റിക്ക് തപ്പി പിടിച്ചെടുത്ത് കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. മുത്തശ്ശൻ ആളെ മനസ്സിലായോ എന്ന് അവൻ ചോദിക്കുമ്പോൾ, ആ മനസ്സിലായി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവരെ നോക്കി, എന്തിനാ വന്നത്? ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് അവരോട് ദേഷ്യത്തോടെ ഒച്ച വെക്കുക. വേറൊരു നിവൃത്തിയില്ലാഞ്ഞിട്ട് വന്നതാ, ക്ഷമിക്കണം എന്നവർ പറയുമ്പോൾ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇത് ശരിയല്ല എന്ന് മുത്തശ്ശൻ വീണ്ടും ദേഷ്യപ്പെടുന്ന കണ്ട് അവൻ എണീറ്റ്, എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ ചായ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അവൻ റൂമിന് പുറത്തേക്ക് പോവുക. അവൻ പോയി കഴിയുമ്പോൾ ആ ഡോർ അടയ്ക്കാൻ ബ്രിജിത്തമ്മയോട് കുഞ്ഞിരാമൻ മേനോൻ പറയുന്നുണ്ട്. എല്ലാ ഇടപാടും പണ്ടേ തീർത്തതല്ലേ, ഞാൻ എന്തെങ്കിലും തരാനുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ, കണക്ക് പറയാനോ അവകാശം ചോദിക്കാനോ വന്നതല്ല, അലീനയ്ക്ക് വയസ്സ് 22 ആവുന്നു, കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ എന്നവർ വിഷമത്തോടെ ചോദിക്കുമ്പോൾ, അതൊക്കെ നിങ്ങളുടെ കാര്യം, തരാമെന്ന് പറഞ്ഞു തന്നു, അതിപ്പോഴും തരുന്നു എന്ന് അദ്ദേഹം പറയണ കേട്ട്, എനിക്കിനി ആയുസില്ല അവളെ നോക്കാൻ, കൂടി വന്ന 2 മാസം, കരളൊക്കെ ദ്രവിച്ചു പോയി, ഞാൻ അവളെ എന്ത് ചെയ്യും, പ്രായം തികഞ്ഞ പെണ്ണല്ലേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരാ അവൾക്കുള്ളത് എന്നവർ വിഷമത്തോടെ ചോദിക്കുമ്പോൾ, എൻ്റെയും ഈട് തീർന്നിരിക്കുക, മനസ്സമാധാനമായി മരിക്കാന്ന് വിചാരിച്ച അതിനും സമ്മതിക്കില്ലേ എന്ന് അദ്ദേഹം വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ, അവൾ തള്ളിക്കളയല്ലേ, ദൈവത്തെ ഓർത്ത്, നല്ല കുട്ടിയെ അലീന, സ്നേഹം, ത്യാഗം, കരുണ, അലിവ് എല്ലാം ഉണ്ട്, ആരോടും ക്ഷമിക്കും, മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് വേണ്ട പോലെ പെരുമാറും, അവൾ എൻ്റെ മോളായിട്ട് എൻ്റെ വയറ്റിൽ ജനിച്ചിരുന്നെങ്കിലെന്ന് കൊതിച്ചിട്ടുണ്ട് ഞാൻ, അത്രയ്ക്കും നല്ലവളാ, അതിനെ കൈവിടല്ലേ, ദൈവം പൊറുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ബ്രിജിത്തമ്മ കൈകൂപ്പുന്നുണ്ട്. കുഞ്ഞിരാമൻ മേനോൻ അപ്പോൾ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് റൂമിലൂടെ നടന്ന് എന്തൊക്കെയോ ആലോചിച്ചോണ്ട്, ഞാൻ പഴയ കുഞ്ഞിരാമനല്ല, സ്വത്തും അധികാരവുമെല്ലാം അടുത്ത തലമുറയ്ക്ക് കൈമാറി, ഇപ്പോ മരണം കാത്തുകിടക്കുന്ന മാംസപിണ്ഡം, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ നോക്കുമ്പോഴേക്കും, അങ്ങനെ പറയല്ലേ, എങ്ങനെ ജീവിക്കേണ്ട പെങ്കൊച്ച, ഈ വീട്ടിൽ ജനിച്ചു വളരേണ്ടവളല്ലായിരുന്നു ഈ വീട്ടുമുറ്റത്ത് എന്ന സത്യം ബ്രിജിത്തമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ, കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാമെല്ലാം, എൻ്റെ ഓർമ്മയൊന്നും നശിച്ചു പോയിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ തടയുന്നുണ്ട്. അവൾക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യണേ, വേറെ ആരുമില്ല അവൾക്ക്.
എന്നവർ വീണ്ടും സങ്കടത്തോടെ പറയുമ്പോൾ ഇപ്പൊ പൊയ്ക്കോ, ഞാനൊന്ന് ആലോചിച്ചിട്ട് വിവരം അറിയിച്ചോളാം എന്ന് അദ്ദേഹം പറയുമ്പോൾ ബ്രിജിത്താമ്മ വീണ്ടും എന്തോ പറയാനായി തുടങ്ങിയതും അവരെ തടഞ്ഞോണ്ട് വേണ്ട, എനിക്ക് കൂടുതലൊന്നും സംസാരിക്കുന്നത് ഇഷ്ടമല്ല, കാര്യം പറഞ്ഞു, എനിക്കത് മനസ്സിലായി, ഇനി നിൽക്കണ്ട എന്ന് അദ്ദേഹം ഒച്ച വയ്ക്കുമ്പോൾ ബ്രിജിത്താമ്മ നടന്നു ചെന്ന് ഡോർ തുറന്ന് ഒരു നിമിഷം കൂടി സങ്കടത്തോടെ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. കുഞ്ഞിരാമൻ മേനോനപ്പോൾ വളരെയധികം ടെൻഷനോടെ അസ്വസ്ഥതയോടെ നെഞ്ചു തടവിക്കൊണ്ട് കട്ടിലിലേക്കിരിക്കുക. സിറ്റൗട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയ ബ്രിജിത്താമ്മയെ പുറകെ വന്ന് കുഞ്ഞിരാമൻ മേനോന്റെ കൊച്ചുമകൻ വിളിക്കുന്നുണ്ട്. ചായ എടുത്തു വെച്ചിട്ടുണ്ട്, കുടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട മോനെ എന്നും പറഞ്ഞുകൊണ്ട് അവർ മുറ്റത്തേക്ക് ഇറങ്ങി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓട്ടോയിൽ കയറി അവനോട് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. ചായ പോലും കുടിക്കാതെ അവർ ഇറങ്ങിപ്പോയത് കണ്ട് ടെൻഷനോടെ അവൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഹാളിലിരുന്ന് അമ്മയും സഹോദരങ്ങളും കൂടി TV കണ്ടുകൊണ്ടിരിക്കുക. അവനെ കണ്ട് ആ സ്ത്രീ പോയോ ചായ കുടിക്കാതെ എന്നവന്റെ അമ്മ ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞെന്ന് അവൻ പറയുന്നുണ്ട്. അഹങ്കാരമല്ലേ അവർ കാണിച്ചത്, എന്നെക്കൊണ്ട് വെറുതെ ചായ ഇടിപ്പിച്ചു. വീട്ടിൽ കയറി വരുന്ന അലവലാദികൾക്കൊക്കെ ചായ കൊടുക്കേണ്ട കാര്യമെന്താ, കുടിച്ചോ അതും ഇല്ല, ചായ ഇട്ട ഞാനിപ്പോ ആരായി എന്ന് അവന്റെ അമ്മ ഒച്ച വയ്ക്കുമ്പോഴേക്കും അവന്റെ അച്ഛനും മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. എത്ര നേരമായമ്മേ ഒരു ചായ പറഞ്ഞിട്ട്, 1 മണിക്കൂർ വേണം ഒരു ചായ ഇടാൻ, വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ വൈകി ചായ കൊടുക്കുന്നത് ഒരു തരം ഇൻസൾട്ട് തന്നെയാ, നീ എന്തിനാ അവരെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയത് അവന്റെ അമ്മ ഒച്ച വയ്ക്കണ കേട്ട് ആരുടെ കാര്യം നിങ്ങളീ പറയുന്നത്, എന്താ കാര്യമെന്ന് അവന്റെ അച്ഛനും ചോദിക്കുക. സ്ത്രീ ഇവിടെ വന്ന് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു, എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല, അച്ഛനെ കണ്ട് നേരിട്ട് പറയണമെന്ന് ഞാൻ പറഞ്ഞു, കാണാൻ പറ്റത്തില്ലെന്ന്, അവർക്ക് അന്നേരം കണ്ടേ പറ്റൂന്ന്, എന്നിട്ട് ഇവനാ വിളിച്ചോണ്ട് പോയി കാണിച്ചു കൊടുത്തത് എന്നവർ ദേഷ്യപ്പെടുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ മോനെ എന്ന് അവന്റെ അച്ഛനും ചോദിക്കുക. ആ സ്ത്രീ തിരുവനന്തപുരത്തുനിന്ന് മുത്തശ്ശനെ കാണാൻ വേണ്ടി മാത്രം വന്നതാ, അത്രയ്ക്ക് എമർജൻസി ഉള്ളോണ്ടല്ലേ കാണാൻ വന്നത്, പറ്റത്തില്ലെന്ന് പറഞ്ഞയക്കാൻ എല്ലാവർക്കും എളുപ്പാ, ഒരു മനസാക്ഷി വേണ്ടേ എന്നവൻ തിരിച്ചു ചോദിക്കുമ്പോഴേക്കും അവന്റെ സഹോദരി ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് ഒച്ച വെക്കല്ലേ, ഈ പാട്ട് കേൾക്കാൻ വയ്യെങ്കിൽ അതങ്ങ് ഓഫ് ചെയ്തേക്ക് രഞ്ജു എന്നവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവന്റെ അനിയൻ ഹരിയോടായി TV ഓഫ് ചെയ്യാൻ പറയാ. ഇത് കേൾക്കുമ്പോൾ അവന്റെ അനിയത്തി ഹരിയുടെ കയ്യിൽ നിന്ന് റിമോട്ട് പിടിച്ചു വാങ്ങി TV വോളിയം കൂട്ടുക. ഇത് കണ്ട് ദേഷ്യത്തോടെ അവൻ അവളുടെ കയ്യിൽ നിന്ന് റിമോട്ട് പിടിച്ചു വാങ്ങി TV ഓഫ് ചെയ്യുന്നുണ്ട്. അനുവേട്ടൻ ഇത് എന്തിന്റെ കേടാ, വല്ലവരും വീട്ടിൽ വരുന്നതിന് ഞങ്ങൾ എന്ത് പിഴച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഹരിയും രഞ്ജുവും അവിടെ നിന്ന് എണീറ്റ് പോവുക. എന്തിനോടും അമ്മയുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്താണെന്നറിയോ, ഒരു തരം റിജക്ഷൻ, ഒരു തരം നെഗറ്റീവ് ആക്ഷനും നെഗറ്റീവ് തോട്ട്സും എന്നൊക്കെ മനു അച്ഛനോട് പരാതി പറയുമ്പോൾ ഒന്ന് പോടാന്നും പറഞ്ഞ് അവന്റെ അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സ്ത്രീ എന്തിനാ വന്നത്, അച്ഛനുമായിട്ട് എന്താ ഇടപാടെന്ന് അവന്റെ അച്ഛൻ അവനോട് ചോദിക്കുമ്പോൾ അറിയില്ല, പക്ഷേ പരിചയമുണ്ടെന്നാ പറഞ്ഞ്. എന്നാ പിന്നെ നിനക്കത് മുത്തശ്ശനോടൊന്ന് ചോദിച്ചൂടായിരുന്നോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ എന്റെ അച്ഛ, ആ സ്ത്രീ ഇപ്പോൾ വന്നിട്ട് പോയതേയുള്ളൂ, നീ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്ക്, സംഭവം അറിയല്ലോ, ഇപ്പൊ തന്നെ ചെന്ന് ചോദിക്ക്, അച്ഛന് മറവി കൂടുതലാ, കുറച്ചു കഴിഞ്ഞ് ചോദിച്ചാ എന്നെ കാണാൻ ആരും വന്നില്ല എന്ന് തന്നെ പറയും എന്ന് അച്ഛൻ പറയണ കേട്ട് ഒന്ന് പോവാച്ച, അങ്ങനൊന്നും പറയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് മനു മുത്തശ്ശനോട് കാര്യങ്ങൾ ചോദിക്കാനായി മുകളിലേക്ക് കയറി പോവുക. അദ്ദേഹം അപ്പോഴും ബ്രിജിത്താമ്മ അനിയനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. മനു റൂമിലേക്ക് കയറി വരുമ്പോൾ ആ സ്ത്രീ പോയില്ലേ, അവർ വല്ലതും പറഞ്ഞോ എന്ന് മുത്തശ്ശൻ ചോദിക്കണ കേട്ട് ഒന്നും പറഞ്ഞില്ല, ചായ പോലും കുടിക്കാതെ ഒരു സന്തോഷമില്ലാതെയാ പോയത് എന്നും പറഞ്ഞ് മുത്തശ്ശന്റെ അടുത്തെഴുന്നുകൊണ്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ മേന്നെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോഴേക്കും മനു മുത്തശ്ശന്റെ മുഖത്തേക്ക് നോക്കി, മനസ്സൊന്നു കലങ്ങിയിട്ടുണ്ടല്ലോ, മുഖം കണ്ടറിയാം മുത്തശ്ശ, ആ സ്ത്രീ ഒരു പ്രോബ്ലം കൊണ്ടാ മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നത്, അത് മുത്തശ്ശന്റെ തലേ വെച്ചിട്ടാ അവര് പോയത്, ഇനി ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് മുത്തശ്ശനാ എന്ന് മനു പറയണ കേട്ട് നീ ആരെ ജോത്സ്യനാണോ പ്രവചിക്കാൻ എന്ന് മുത്തശ്ശൻ ഒച്ച വെക്കുന്നുണ്ട്. ഓ, മുത്തശ്ശന് പറയാൻ മടിയാണെങ്കിൽ പറയണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മനു പോകാനായി എണീക്കുമ്പോഴേക്കും മുത്തശ്ശൻ അവനെ പിടിച്ചിരുത്തി, നീ പറഞ്ഞത് ശരിയാ, എന്റെ തലയിൽ ഒരു പ്രോബ്ലം വെച്ച് തരാൻ വന്നതാ അവര് എന്ന് മുത്തശ്ശൻ പറയണ കേട്ട് എന്താ പ്രശ്നമെന്ന് മനു ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.